Hello friends, how are you? എല്ലാവർക്കും സുഖമാണല്ലേ? നമ്മൾ ഒരു വലിയ മനുഷ്യൻ്റെ സംരംഭങ്ങളെ പറ്റിയാണ് പഠിക്കുന്നത്. ഏറ്റവും വലിയൊരു സംരംഭമാണ് സമ്മാൻ. എന്താണ് സമ്മാൻ? നമ്മൾ കണ്ടതല്ലേ? റിക്ഷ, ഓർഗനൈസിങ് ദ റിക്ഷ സെക്ടർ, റിക്ഷ പുള്ളേഴ്സ് അല്ലേ? നമുക്ക് 6ഉം 7ഉം ചോദ്യങ്ങളാണ്. സുജാത രാമപ്രസാദിൻ്റെ 6ഉം 7ഉം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് അദ്ദേഹം എങ്ങനെയാണ് അതിന് ഉത്തരം കൊടുത്തത് അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ബട്ട് ബിഫോർ ദാറ്റ് ആസ് യൂഷ്വൽ വി വിൽ ഹാവ് ദ വേർഡ് സ്റ്റഡി വെരിഫിക്കേഷൻ പ്രോസസ്. വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ അറിയാം. അപ്പോൾ ഒരാൾ നമുക്കൊരു ആപ്ലിക്കേഷൻ തരും, അപ്പോൾ നമ്മളത് വെരിഫൈ ചെയ്യണം. വെരിഫൈ എന്ന സത്യം കണ്ടുപിടിക്കുക, നേരാണോ, അയാളുടെ പേരാണോ, ഒക്കെ അങ്ങനെ ഒരു വീടുണ്ടോ, അതൊക്കെ. രണ്ടാമത്തെ, ഫോർ എവറി ആപ്ലിക്കേഷൻ വി ഡു എ വെരിഫിക്കേഷൻ പ്രോസസ് അല്ലേ? ഏതൊരു ആപ്ലിക്കേഷൻ അയച്ചാൽ നമ്മൾ വെരിഫിക്കേഷൻ നടത്തും. റിലക്റ്റൻറ്റ് എന്ന് വെച്ചാൽ അൺവില്ലിങ്, മനസ്സില്ലാതിരിക്കുക. റിലക്റ്റൻറ്റ്, ഐ വാസ് റിലക്റ്റൻറ്റ് ടു ഹെൽപ്പ് ആൻ ഇമ്പോസ്റ്റർ. ഇമ്പോസ്റ്റർ എന്ന് പറഞ്ഞാൽ കളിപ്പിക്കുന്നവരെ സഹായിക്കാൻ നമുക്ക് മനസ്സില്ല അല്ലേ? മടിയാന്നുള്ളത് റിലക്റ്റൻറ്റ്, മടി. സ്റ്റാൻഡ് ആസ് എ ഗ്യാരണ്ടർ. ഗ്യാരണ്ടി നിൽക്കുക നമ്മൾ പറയല്ലേ, നമ്മുടെ ഭാഷയിലും പറയല്ലേ, ഗ്യാരണ്ടി നിൽക്കുക. അപ്പം ഇഫ് യു വാണ്ട് എ ബാങ്ക് ലോൺ, സംബഡി ഹാസ് ടു സ്റ്റാൻഡ് ആസ് എ ഗ്യാരണ്ടർ. ഗ്യാരണ്ടി ആയിട്ട് ഒരാൾ നിൽക്കണം. ആക്സസ് ടു ക്രെഡിറ്റ്. ആക്സസ് മീൻസ് എൻട്രി. അതായത് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ലോൺ കിട്ടുന്നതിനുള്ള ക്രെഡിറ്റ്, മീൻസ് ആക്സസ്. ആക്സസ് ടു ക്രെഡിറ്റ്, അത് എളുപ്പത്തിൽ വായ്പ എടുക്കാനുള്ള സംവിധാനമാണ് ആക്സസ്. Access means opening now. If you have got enough fixed deposits, you get an easy access to credit. നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ സ്ഥിരനിക്ഷേപമുള്ള ബാങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ലോൺ എടുക്കാൻ പറ്റും. ആക്സസ് ടു ക്രെഡിറ്റ്, ഓപ്പണിംഗ് ടു ക്രെഡിറ്റ്. ഡിസ്പ്ലേ അഡ്വർടൈസ്മെന്റ്, ഷോ അഡ്വർടൈസ്മെന്റ്. ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഷോ. അഡ്വർടൈസ്മെന്റ് ഇങ്ങനെ കാണിക്കുക. ഇപ്പം ബ്രാൻഡൊക്കെ ഇല്ലേ, മൈജി, ഞാൻ എന്താ പറയില്ല, മൈജി, നന്ദിലത്ത്, പിന്നെ അതിനൊക്കെ QR, അങ്ങനെ ഒത്തിരി ഉണ്ടല്ലോ, ടാറ്റ, ബെർള, ഇവരുടെയൊക്കെ അഡ്വർടൈസ്മെന്റ് വരികയില്ലേ. അപ്പോൾ അതാണ് ഷോയിങ്, ഡിസ്പ്ലേ. ഡിസ്പ്ലേ മീൻസ് ടു ഷോ ദർ വേഴ്സ്. വേഴ്സ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ, അതായത് ഇവിടുത്തെ വേഴ്സ് എന്ന് പറഞ്ഞാൽ വാട്ടർ ബോട്ടിൽസ്, ജ്യൂസ്, ഫ്രൂട്ട് ജ്യൂസ്, ID cards, prepaid cards, മൊബൈൽ കാർഡ്സ്, നോട്ട് ID cards, പ്രീപെയ്ഡ് കാർഡ്സ്, ന്യൂസ് പേപ്പർ, അതൊക്കെയാണ് അവരുടെ വേഴ്സ് എന്ന് പറയുന്നത്. അവർ കൊണ്ടുപോകുന്ന സാധനങ്ങൾ, വിൽക്കാൻ കൊണ്ടുപോകുന്ന സാധനങ്ങൾ. സോ ദ രക്ഷ പുള്ളേഴ്സ് വെർ ഗിവൺ വേഴ്സ് സച്ച് ആസ് ID, നമ്മളിപ്പോൾ പറഞ്ഞത് എന്തൊക്കെയാണ്, ഫ്രൂട്ട് ജ്യൂസ്, പിന്നെ വാട്ടർ ബോട്ടിൽസ്, അതുപോലെ തന്നെ പ്രീപെയ്ഡ് കാർഡ്സ്, മൊബൈൽ കാർഡ്സ്, വാട്ടർ, ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് സോ. അതാണ് വേഴ്സ് എന്ന് പറയുന്നത്. സോൺലി എന്ന് വെച്ചാൽ only. So the passenger rents that they collected were solely theirs. Solo എന്ന് പറയാനില്ല, സോളോ ഒറ്റയ്ക്ക് പാടുക, only one person. But solely theirs means only theirs. Theirs means the rickshaw pullers. Monetary value means പണപരമായ വില. അതാണ് മോണിറ്ററി വാല്യൂ. മോണിറ്റൈസേഷൻ, പണം. ഇപ്പം മോണിറ്ററി വാല്യൂ, ചില സംഗതികൾക്ക് പണം കൊണ്ട് വില മതിക്കാൻ പറ്റത്തില്ല. ഉദാഹരണം ഞാൻ പറയും, അത് ഗുഡ്സ് സമാരിറ്റൻ ഒരാളെ ഹെൽപ്പ് ചെയ്യും, അതിന് എത്ര പണം കൊടുത്താലും മതിയായി. അതാണ് പണപരമായ രീതിയിൽ ഒരു വില കൽപ്പിക്കാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരാളിങ്ങനെ ഒരു ധനവാനാന്നിരിക്കട്ടെ, ഒത്തിരി പണമുള്ള ഒരാളാന്നിരിക്കട്ടെ, അയാൾക്ക് എന്തുകൊണ്ടോ അയാൾക്ക് ഒരു ആക്സിഡൻറ്റിൽ പെട്ടിങ്ങനെ തന്നെ ആരെ സഹായിക്കാൻ. അപ്പോൾ അയാളെ എടുത്ത് ആശുപത്രി കൊണ്ടുവന്ന് അതിനൊരു പണപരമായിട്ടൊരു വിലയല്ല, അതിനേക്കാളൊക്കെ എന്തൊരു ഉയർന്നൊരു വിലയാണ് അല്ലേ? ഇനി ഇതൊന്ന് സിമ്പിളായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു. നിങ്ങൾ എക്സാമിനേഷനെ പോലെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങളുടെ പേനയുടെ മഷി തീർന്നില്ല, എല്ലാം ഒടിഞ്ഞു പോയില്ലാണ്. അപ്പം അടുത്ത ആൾ നമ്മളെ ഒരു പേന തന്ന് സഹായിക്കുകയാണെങ്കിൽ അതിനൊരു വിലയില്ല. പണം കൊടുത്തതിൻ്റെ വില തീർക്കാൻ പറ്റത്തില്ല. അതാണ് മോണിറ്ററി വാല്യൂ എന്ന് പറയുന്നത്. For example, here, Saman Gyan
it has no monetary, is much above the monetary value. സമ്മാൻ ഗ്യാൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ഈവനിങ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക, അതൊക്കെ അവരുടെ ഭാര്യമാരും മക്കൾക്കും ഒക്കെ ഈവനിങ് ക്ലാസ് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് പണപരമായ ഒരു വിലയല്ല അതിനുള്ളത്. പണം കൊണ്ട് അത് വിലയ്ക്ക് അതിൻ്റെ വില തീർക്കാൻ പറ്റിയത്. അതാണ് മോണിറ്ററി വാല്യൂ എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് മോണിറ്ററി വാല്യൂ. Much above the monetary value. If you help a person, then that's much above the monetary value. Sense of belonging. എൻ്റെ സ്വന്തമാണെന്ന് വിളിച്ചിരുന്നു. സ്വന്തം എന്ന പദത്തിന് എന്തർത്ഥം എന്നൊക്കെ നമ്മൾ പഠിക്കേട്ടില്ല. ഇതെന്ന് പറഞ്ഞാൽ അതല്ല, സ്വന്തം, എൻ്റെ സ്വന്തം ഫീലിംഗ്. നമ്മൾ പല സ്ഥലത്തൊക്കെ പോയി തിരിച്ച് വീട്ടിൽ വരുമ്പോൾ നമുക്കൊരു സെൻസ് ഓഫ് ബിലോങ്ങിങ്. whenever you are home, you have got a sense of belonging. അല്ലേ? ഡിഗ്നിറ്റി ആൻഡ് അന്തസ്, ഡിഗ്നിറ്റി, ഇൻക്ലൂഷൻ, ഞാനിതിൽ പെടുന്നു എന്നുള്ള ചിന്ത, ഡിഗ്നിറ്റി, അന്തസ്. സോ Raksha Police, when they started earning a lot of money, they felt themselves. അവർക്ക് അവിടെ സ്വന്തമായിട്ട് രക്ഷ ഉണ്ടെന്ന ഫീലിംഗ്, അത് തന്നെ ഒരു അന്തസ്സാണ്. പിന്നെ ഇൻക്ലൂഷൻ, പണം നമ്മൾ കൂടുന്തോറും, അതാണ് പ്രശ്നമായത്. സത്യം പറഞ്ഞാൽ പണം കൂടുന്നതോറും നമ്മുടെ സൊസൈറ്റിയിൽ അകത്തളങ്ങളിലേക്ക് കിടക്കും. അത് ശരിയല്ലേ? ഇവിടെ വെറുതെ നമ്മൾ ഒരു പണിയൊന്നും ഇല്ലാതെ കാശിന് പോലും വിലയില്ലാത്തതന്നെ ആർക്കും വേണം. അവർ മാർജിനലൈസ്, അവരത്ര മിടുക്കന്മാരാണെങ്കിൽ ചിലപ്പോൾ അവർ അംഗീകരിക്കണമെന്നില്ല. പക്ഷെ പണം വന്നു കഴിയുമ്പോൾ അതാണല്ലോ ഈ പണത്തിൻ്റെ കുറേ എല്ലാവരും പായുന്നത്. തെറ്റായ ഒരു ചിന്താഗതിയാണത്. ശരിയല്ലേ? മീനിയൽ ലേബർ എന്ന് പറഞ്ഞാൽ താഴേക്കടയിലുള്ള ജോലിയാണ്. ഇപ്പം ഉദാഹരണം പറയാൻ അങ്ങനെ ഒരു ജോലി ഇല്ല, താഴേക്കടയിലുള്ള ജോലി. ഉദാഹരണം സ്വീപ്പിംഗ് ദ സ്ട്രീറ്റ് ഈസ് എ മീനിയൽ ജോബ് എന്ന് പറയാൻ പറ്റുമോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സ്കാവഞ്ചിങ് അതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് ജോലി തന്നെയാണ്. അത് എന്തുമാത്രം ആൾക്കാർക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും, രോഗങ്ങളുണ്ടാകും, അല്ലേ? There's nothing called menial labor in this world. അതാണ് എൻ്റെ ഫിസ്ക്കൽ ഇയർ മീൻസ് ഫിനാൻഷ്യൽ, പണപരമായ എന്നുള്ള ഫിസ്ക്കൽ ഇയർ എന്നാണ് പറയുന്നത്, ഫിനാൻഷ്യൽ ഇയർ. അപ്പം ഇന്ന ഫിസ്ക്കൽ യു ഗെറ്റ് 50 lakhs revenue എന്ന് പറഞ്ഞാൽ വരുമാനം. ഇന്ന ഫിസ്ക്കൽ മീൻസ് ഇൻ വൺ ഫിനാൻഷ്യൽ ഇയർ യു ഗെറ്റ് 50 lakhs. മൈ മെൻഡേഴ്സ്, മെൻഡർ എന്ന് പറഞ്ഞാൽ എന്നെ സഹായിക്കുന്നതെന്നുള്ളതാണ്. സഹായം പണം കൊണ്ട് തന്നെയല്ല, അഡ്വൈസർ. ഫോർ എക്സാമ്പിൾ, യുവർ ടീച്ചർ ഈസ് യുവർ മെൻഡർ. Your teacher is not giving money to you, but he is helping you, he is advising you, he is directing you, he is guiding you. Then mentors. That's right. My teacher is my mentor. Yes. എനിക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു, അദ്ദേഹം എൻ്റെ ശരിക്കും മെൻറ്റർ തന്നെയാണ്. പേര് പറയുന്നില്ല, കാരണം അത് ചിലപ്പം അദ്ദേഹത്തിന് ഇഷ്ടമില്ലായിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ ഇഷ്ടമായിരിക്കും, ചിലപ്പം എന്തിനായിട്ട് പേര് ഇങ്ങനെ വിളിച്ച് തുടങ്ങിയെന്ന് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പേര് പറയാത്തത്. അല്ലാതെ വേറെ പെട്ടെന്ന്. But he was a mentor to me. He was my great mentor. മനസ്സിലായോ? അപ്പോൾ അതൊക്കെയാണ് വാക്കുകൾ. ഇന്ന് നമുക്ക് ടെക്സ്റ്റ് പഠിക്കാം. ടെക്സ്റ്റ് നമ്മളിൽ ഉണ്ടല്ലോ അല്ലേ? ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് തന്നെ ഒരു മെൻറ്ററാണ്. അപ്പം ഞാൻ നിങ്ങൾക്കൊരു മെൻറ്ററാണ്. കാരണം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ലേ, പഠിക്കുന്നുണ്ടോ, ടെക്സ്റ്റ് കൊണ്ടിരുന്നുണ്ടോ, വാക്കുകളൊക്കെ വാക്യത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ, അതൊക്കെ അങ്ങനെ നിങ്ങളെ സഹായിക്കുന്നതാണ്. അതൊക്കെയാണ് മെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ഞാനും ഒരു മെൻറ്ററാണ്. കാരണം ഞാൻ നിങ്ങളുമായിട്ട് നേരിട്ടിങ്ങനെ ബന്ധപ്പെടുന്നില്ലെങ്കിലും നിങ്ങളെ ഞാൻ ഓൺലൈനിൽ കാണുന്ന പോലുമില്ല. പക്ഷെ എങ്കിലും ഞാൻ മെൻറ്ററാണ്. എന്തുകൊണ്ടാണ് മെൻറ്ററാകുന്നത്? ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, നിങ്ങളെ സഹായിക്കുന്നുണ്ട്, നിങ്ങളെ അഡ്വൈസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്, ഗൈഡ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെ. അതുകൊണ്ട് ഞാൻ മെൻറ്ററാണ്, അല്ലേ? ശരിയല്ലേ? ഓക്കെ, റെഡി. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. Can you describe the operation model of സമ്മാൻ? സമ്മാൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഓപ്പറേഷൻ മോഡൽ എന്ന് പറയാമെന്ന് ചോദിച്ചു. Yes, when a rickshaw puller approaches someone, approaches എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ? വരിക, അന്വേഷിച്ച് വരികയാണ്. അപ്പോൾ approaches, we first go through a verification process. ആദ്യം ഞങ്ങൾ പറയുന്നതൊക്കെ നേരാണെന്ന് നോക്കും. The operator is then given training on basic etiquette, മര്യാദ. ബേസിക് etiquette, മര്യാദ എന്നൊക്കെ പറയില്ല. എങ്ങനെയാണ് മറ്റുള്ളവരോട് സോഷ്യൽ ബിഹേവിയർ, എങ്ങനെയാണ് ഒരാളിപ്പോൾ നമ്മളെ ഒരു റിക്ഷ ഒരാൾ പ്ലീസ് കം ഹിയർ, പ്ലീസ് കം, ഐ വാണ്ട്. എനിക്കിപ്പോൾ മനസ്സില്ല എന്ന് പറയുന്നത്. അന്നൊന്നും പറയാതിരിക്കാനുള്ള ഒരു ട്രെയിനിങ്ങാണ് കൊടുക്കുന്നത്. ബേസിക് എത്തിക്കേറ്റ് ആൻഡ് ട്രാഫിക് റൂൾസ്. അതറിയാം, ട്രാഫിക് റൂൾസ് ഇല്ലാതെ റിക്ഷ ഓടിക്കാൻ പറ്റില്ല. ദെൻ വി അപ്രോച്ച് ദ ബാങ്ക്സ്.
and help them get a loan for a new rickshaw. ഇവിടെയാണ് ചേഞ്ച്. So far they were not having their own rickshaw. They were owning a rickshaw. What they were doing was they were always taking it rent. 30 rupees, 40 rupees. അവസാനം ഒരു ദിവസത്തിൻ്റെ അവസാനം അവർക്ക് കിട്ടുന്നത് 10 രൂപയായിരിക്കും. ആകെ ഓടുന്നത് 90 രൂപയ്ക്കാന്നിരിക്കട്ടെ, അല്ലെങ്കിൽ 50 രൂപയ്ക്കാന്നിരിക്കട്ടെ. 40 രൂപ കടം rent കൊടുത്താൽ പിന്നെ 10 രൂപ കൊടുത്തത്. Now in this case it is not like that. They go to a bank and they are supported by someone. Someone will say that you can issue the or you can give the loan to them. ഒരു കുഴപ്പമില്ല, ഞങ്ങൾ അല്ലെങ്കിൽ ഗ്യാരണ്ടി നിന്ന് വന്നു. അവർക്ക് അവരുടേതായ സ്വന്തം ഒരു രക്ഷ ഉണ്ടായി. അതാണ്. So by now previously they were very reluctant to give loans, reluctant, unwilling. അവർക്ക് മടിയായിരുന്നു. ആർക്ക്? ബാങ്കുകാർക്ക്. പ്രീവിയസ്ലി ഇതിനു മുമ്പ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാത്തപ്പം ലോൺസ് ടു ദിസ് സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. കാരണം ബാങ്കുകാർ ഇവരെ ഒരിക്കലും റീപേ ചെയ്യാൻ പോകുന്നില്ല, പേ ബാക്ക് ഇല്ല, ഇവർ വാങ്ങിച്ചുകൊണ്ട് പോകത്തേ ഉള്ളൂ, കൊടുക്കത്തില്ല. But now, since we stand as guarantors, these rickshaw pullers have access to credit. Easy access to credit. അവർക്ക് എളുപ്പമായിട്ട് ഇങ്ങനെ പണം എടുക്കാൻ പറ്റും. എന്തുകൊണ്ടാണ്? On our guarantee. But now, since we have stand as guarantors, the rickshaw pullers feel truly empowered when they drive their own vehicles. അത് ശരിയല്ലേ? നമ്മൾ നമ്മുടെ സ്വന്തം ഒരു വാഹനം ഓടിക്കുന്നു, ഒരാളുടെ നിന്ന് വാടകയ്ക്ക് എടുത്ത് ഓടിക്കുന്നതായിട്ട് വ്യത്യാസമില്ല. ഇപ്പോൾ അവർക്ക് തന്നെ ഒരു ഡിഗ്നിറ്റി, അന്തസ് ഒക്കെ വരാൻ തുടങ്ങി. We provide the rickshaw pullers with accident and health insurance. That's another interesting thing. Someone will provide accident and health insurance. അവർക്ക് എന്തെങ്കിലും അസുഖമോ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് അപകടം പറ്റിയാൽ അത് കവർ ചെയ്യാനുള്ള ഇൻഷുറൻസും അവർ ഏർപ്പാട് ചെയ്ത് കൊടുക്കുന്നു. Each driver is given an identity card, ID card, and is required to wear the uniform while operating the rickshaw. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവർക്കൊരു യൂണിഫോം കൊടുക്കും, സമ്മാൻ കൊടുക്കുന്ന യൂണിഫോം ആണ് അത് കൊണ്ടുവരണം. കാരണം ഇത് സമ്മാൻ ഓട്ടോ ഫാമിലിയിൽപ്പെട്ട മെമ്പറാണെന്ന് അറിയാൻ പറ്റും. നമുക്കില്ലേ നമ്മുടെ ID കാർഡ്, സ്കൂളിലില്ലേ, നമുക്ക് യൂണിഫോം ഇല്ലേ? എന്തുകൊണ്ടാണ്? നമ്മൾ ആ പർട്ടിക്കുലർ സ്കൂളിലെ കുട്ടിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ദിസ് ഈസ് ദ ഓപ്പറേറ്റിംഗ് മോഡൽ. അതായത് somebody comes and verification, then he is given training in basic etiquette, and also he is given traffic rules. It's taken to the bank, and the bank gives easy loan because we are guarantors, and they are given uniforms, they are given ID cards, they are also health insurance, provide health insurance as well as accident insurance. ഇത് കൂടെ എന്നാ വേണം? നല്ല സോഫ്റ്റായി. ഇനി ഏഴാമത്തെ ചോദ്യം. സോ അതാണ് ഇതിന് വരാൻ പോകുന്ന ചോദ്യം. ഇതാണ്, ഹൗ ഡസ് സമ്മാൻ ഹെൽപ്പ് ദ റിക്ഷ പുള്ളേഴ്സ്? ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് അവർ വരുന്നു, എറ്റിക്കേറ്റിൽ ട്രെയിനിങ് കൊടുക്കുന്നു, ട്രാഫിക് റൂൾസ്, ബാങ്ക് ലോണിനുള്ള അവസരം കൊടുക്കുന്നു, സ്വന്തമായിട്ട് ഒരു റിക്ഷ ഓടിക്കുന്നു, അവർക്ക് ആക്സിഡൻറ്റ് ഇൻഷുറൻസ് കൊടുക്കുന്നു, health insurance കൊടുക്കുന്നു. What else? They are given ID cards and uniform. So simple ആയിട്ട് എഴുതത്തില്ലേ? എഴുതാം. ഏഴാമത്തെ ചോദ്യം, how does someone help increase the revenue of the rickshaw pullers? How does someone itself get its revenue? Revenue, വരുമാനം. എങ്ങനെയാണ് സമ്മാനിന്റെ വരുമാനം കൂടുന്നത്? എങ്ങനെയാണ് റിക്ഷ പുള്ളേഴ്സിന്റെ വരുമാനം കൂടുന്നത്? നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ പ്രശ്നം ചെയ്യുന്നത്? Samman rickshaws are designed in such a way that they have plenty of space to display advertisements. അതാണ് പറയുന്നത്. So the rickshaws are designed, made in such a way that there is space for displaying advertisement. ചിലപ്പം 3 വശം ഉണ്ടല്ലോ, അടച്ച വശം. ആ 3 വശത്ത് ഓരോ ബോർഡ് വെക്കാം, അല്ലെങ്കിൽ ഓരോന്തെങ്കിലും എഴുതി വെക്കാം. ഒരു സ്ഥലത്ത് മൈജി, അല്ല വേറെ സ്ഥലത്ത് എനിക്ക് അറിയാവുന്ന ആണ്ട് ഞാൻ പറയുന്ന ആളുകൾ, അല്ലാതെ എനിക്ക് മൈജിയോട് എന്തെങ്കിലും സ്നേഹം ഉണ്ടായിട്ടില്ല, പ്രത്യേക സ്നേഹം. അല്ല പിന്നെ എന്താ നമുക്ക് പറയാൻ പോകുന്നത്? കല്യാൺ സിൽക്സ് വേറെ ഒരെണ്ണം, കല്യാൺ സിൽക്സ് വേറെ, ജയലക്ഷ്മി സിൽക്സ്, അങ്ങനെ ഉണ്ടെങ്കിലേ അപ്പം അതെല്ലാം ഓരോ സ്ഥലത്ത് വെച്ച് കഴിയുമ്പോൾ ഒരു മാസത്തേക്ക് ഇത്ര രൂപ എന്ന് പറയും. അത് അതൊക്കെ കിട്ടും. മനസ്സിലായില്ലേ? പിന്നെ വാട്ട് ഇസ് ദ നെക്സ്റ്റ് വേ? സമ്മാൻ റിക്ഷാസ് ആർ several local and
national brands place their advertisements here. ലോക്കൽ ആയിട്ടുള്ള ചെറിയ കമ്പനികളൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ വുഡ്ലാൻഡ്സ് നാഷണൽ അല്ലേ, ബാറ്റ, ഇതൊക്കെ നാഷണൽ അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ പടവും ചെരുപ്പിൻ്റെ ഒരു പടമൊക്കെ അതിലുണ്ടായിരിക്കും. അതൊരു പൈസ, ഒരു വരുമാന മാർഗമാണ്, റവന്യൂ. Then the advertisement revenue is split in half between Samman and Raksha Police. ഇപ്പോൾ ഈ അഡ്വർടൈസ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന പൈസ ഉണ്ടല്ലോ, അതിൻ്റെ പകുതി ഇവർക്ക് എടുക്കാം, പകുതി സമ്മാനം കിട്ടും. ചോദ്യം ഇതാണ്, എങ്ങനെയാണ് സമ്മാൻ അവരുടെ വരുമാനം ഇൻക്രീസ് ചെയ്യുന്നത്, എങ്ങനെയാണ് രക്ഷാ പോലീസ് അവരുടെ വരുമാനം ഇൻക്രീസ് ചെയ്യുന്നത്? അങ്ങനെ അത് ഒരു മാർഗം. അഡ്വർടൈസ്മെന്റ് ഈസ് വൺ വേ, റവന്യൂ സ്പ്ലിറ്റ്. Also, Raksha Police can choose to sell water, fruit juice, cell phone, prepaid cards, newspapers, etc. അവർക്ക് വേണമെങ്കിൽ ഈ സാധനങ്ങളെല്ലാം കൊണ്ടുപോകാം. അതിനെന്താ ചെയ്യേണ്ടത്? In that case, they come to a central Raksha yard. അതായത് എല്ലാ രക്ഷയും വന്ന് വരുന്ന ഒരു യാർഡ് ഉണ്ടാക്കുക, ഒരു മൈതാനം പോലൊരു സ്ഥലം ഉണ്ടാക്കുക. അവിടെ ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവർക്കിത് എടുത്തുകൊണ്ട് പോകാം. അതാണ് അവരുടെ വേഴ്സ്, WARES, വേഴ്സ് നമ്മൾ പറയുന്നത്. അത് അവർക്ക് എടുത്തുകൊണ്ട് പോകാം. 10 ബോട്ടിൽ വാട്ടർ, ജ്യൂസ്, ഇങ്ങനെ പലതും. അപ്പോൾ എന്നിട്ട് വൈകുന്നേരം വിറ്റ് കഴിഞ്ഞിട്ട് ബാക്കി കൊണ്ട് തിരിച്ചു കൊടുക്കുക. നല്ലൊരു പരിപാടിയല്ലേ. അപ്പോൾ വിൽക്കുന്നതിൻ്റെ പ്രോഫിറ്റിൻ്റെ പകുതി പൈസ അവർക്കും കിട്ടും, പകുതി സമ്മാനം കിട്ടും. On the advertisement, selling such kind of wares. In that case, they come to a central rickshaw yard in the morning, and what they do, and load up their wares. രാവിലെ തുടങ്ങുന്നതിന് മുമ്പ് അവരോട് വരും, മൈതാനത്ത് വന്നിട്ട് ഇതെല്ലാം എടുത്തുകൊണ്ട് പോകും. At the end of the day, the profit from their sales is split between them and someone. ഇതുവരെ പകുതി ഇതിൻ്റെ പ്രോഫിറ്റിൻ്റെ പകുതി കൊടുക്കും. The money that Raksha Police earn by transporting the passengers is solely theirs. അതിനകത്ത് കൈ നിർത്തുന്നു. അവർ ഇതിൻ്റെ വാടക ഉണ്ടല്ലോ, അതായത് നമ്മൾ കൊടുക്കുകയല്ലേ, നമ്മൾ ഇത്ര 20 രൂപ, 50 രൂപ, 100 രൂപ എന്നൊക്കെ നമ്മൾ കൊടുക്കുമല്ലോ. ആ പൈസ പാസഞ്ചർ ഫെയർ അത് അവർക്ക് മൊത്തത്തോടെ എടുക്കാം, അത് അവർക്ക് യാതൊരു ബന്ധുവില്ല. Then the money that Raksha Police etc. Then the revenue of our Raksha Police have increased by 30 to 40%. Imagine, ഇവിടെ വരുമാനം 30 to 40% വരെ ഇൻക്രീസ് ചെയ്തു. അത് വലിയ സംഭവമല്ലേ, 30 to 40%. There are several other benefits in which we cannot put a monetary value. അതാണ് പണം കൊണ്ട് അളക്കാൻ പറ്റിയാത്ത മറ്റ് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. അതെന്തൊക്കെയാണ്? സമ്മാൻ ധ്യാൻ, അതെനിക്ക് പറയാൻ പറ്റും. സി, രക്ഷാ പോലീസ് ഹാവ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ്. അതിന് പൈസ കൊണ്ട് നമുക്ക് അതിനെ അളക്കാൻ പറ്റിയത്. ആൻഡ് എംപവർമെന്റ്, ചിൽഡ്രൻ ഓഫ് ദി ഓപ്പറേറ്റേഴ്സ് ആൻഡ് ദിയർ സ്പൗസസ് അറ്റൻഡ് ഫ്രീ ഈവനിങ് ക്ലാസ്സസ് കോൾഡ് സമ്മാൻ ധ്യാൻ. അതാണ് ഒന്നാമത്തെ കാര്യം. അവർക്ക് ഇത് എൻ്റെ സ്വന്തം ഓട്ടോറിക്ഷ എന്നുള്ളൊരു ചിന്ത, അത് സെൻസ് ഓഫ് ബിലോങ്, ഒരു അന്തസ്സാണ്. രണ്ടാമത്തെ കാര്യം, അവർക്ക് പണം വരുമ്പോൾ പവർ, എംപവർമെന്റ്. ആൻഡ് അനദർ തിങ് ഈസ് ദാറ്റ് ദേ ആർ ഗിവൺ ഫ്രീ എഡ്യൂക്കേഷൻ, ഈവനിങ് ക്ലാസ്സസ് ഫ്രീ. സമ്മാൻ ജ്ഞാൻ, ജ്ഞാൻ എന്ന് പറഞ്ഞാൽ നോളജ്, സമ്മാൻ ജ്ഞാൻ അറിയിച്ചു. അതിന് പൈസ ഒന്നും ഇവ സംഗതികളൊന്നും പണം കൊണ്ട് അല്ലെങ്കിൽ പണം വെച്ച് അളക്കാൻ പറ്റത്തില്ല. അതാണ് അവർ പറയുന്നത്. വെച്ചാൽ ഇതിൻ്റെ മൂല്യം പണം കൊണ്ട് തീർക്കാൻ പറ്റിയില്ല. ഇതിന് വലിയ വലിയ മൂല്യമുള്ള സംഗതികളാണ് ഈ പറയുന്നത്. Then he says that Samman has brought dignity and inclusion to those who were previously considered menial laborers. പണ്ടൊക്കെ ഇവരെ വേറെ ഒരു താഴ്ന്ന പണിക്കാരായിട്ട്, മോശം പണി ചെയ്യുന്ന ആൾക്കാരായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഒരു അന്തസ്സുണ്ട്. അവർ നല്ല ഷർട്ടും നല്ല പാൻറ്റും ഒക്കെ ഇടും. അവരുടെ പിള്ളേരൊക്കെ ആയിട്ട് അവർ ഫസ്റ്റ് ക്ലാസ് തിയേറ്ററിൽ ഫസ്റ്റ് ക്ലാസ്സിൽ പോയി സിനിമ കാണും. ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു അന്തസ്സുണ്ട്. അതാണ് ഒരു ഇൻക്ലൂഷൻ. ഞങ്ങളും സൊസൈറ്റിയുടെ പണം. Samman has brought dignity previously.
in addition, I said that in addition, I am very happy, Irfan says, to say that Samman itself is profitable now. ഇതിന് രസം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു വശം തന്നെയല്ല, ഇത് അവർക്ക് റിക്ഷാ പുള്ളേഴ്സിന് തന്നെയല്ല, പക്ഷെ Samman is also making profit. Last fiscal year, we made a net profit of 8 lakhs rupees and a revenue of 50 lakhs. വരുമാനം 50 ലക്ഷം, നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 8 ലക്ഷം. ഇത് കൂടുതലാണ്. ഇപ്പൊ 2 കൂട്ടർക്ക് ഇത് നല്ലതാണ് അല്ലേ? ശരിയല്ലേ? My mentors have been emphasizing and stressing the importance of sustainability. ഇത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് എൻ്റെ മെന്റേഴ്സ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ കണ്ടല്ലോ, how did he begin? The starting point was the seed money that he raised from his friends and family members. So they are their mentors, his mentors. So his mentors tell them that you should see that it is sustainable. Profit ഒക്കെ 50-50 ആയി കിട്ടും. ആവശ്യത്തിന് പൈസയാവും. ആ പൈസ ഉപയോഗിച്ച് ഇവർക്ക് ഇൻഷുറൻസ് കൊടുക്കാം, ആക്സിഡന്റ് ഇൻഷുറൻസ് കൊടുക്കാം, ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കാം, ഇവർക്ക് സമ്മാനിക്കാൻ എന്ന് പറയുന്ന ഈവനിങ് ക്ലാസ് നടത്താം. അപ്പോൾ അവർക്ക് പവർ ഉണ്ടാവും, ഇവർക്ക് തന്നെ നോളജ് ഉണ്ടാവും. അങ്ങനെ അവർ നല്ല മിടുക്കന്മാരൊക്കെ ആയിട്ട് വരും. സൊസൈറ്റിയിലെ ഒരു പ്രധാന മുഖ്യധാരയിലേക്ക് അവരും കൂടെ കയറും. അതാണ് ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. മുഖ്യധാരയിലേക്ക് അവരൂടെ കടന്നു വരും. അത് എല്ലാവർക്കും നല്ലതാണ് എന്നാണ് ശരിക്കും ഒരു നല്ലൊരു കാര്യം തന്നെ അല്ലേ? ശരിയല്ലേ? നിങ്ങളും ഇങ്ങനെ വലുതാകുമ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വിടരുത്. അത് നമുക്കിങ്ങനെ നല്ല ആളുകളെ ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടുവരാനും നല്ല പ്രവർത്തനങ്ങൾ നടത്താനൊക്കെ നിങ്ങൾ സഹായിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ മുൻകൈ എടുക്കണം. പൈനിയറിങ് അതാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ മുൻകൈ എടുക്കണം. അല്ലാതെ അവരൊക്കെ നിൽക്കുവാണെങ്കിൽ ഞാനൊന്നും ചെയ്യാം, അങ്ങനെയല്ല. വളരെ സിമ്പിൾ. 6-7 ചോദ്യം. ആറാമത്തെ ചോദ്യം എങ്ങനെയാണെന്ന് ചെയ്ത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. 7ാമത്തെ ചോദ്യം എവിടെ നിന്നാണ് ഈ പണം കിട്ടുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. മെയിൻ പോയിന്റ്സ് you can see. Operating model of Samman is verification process, ID cards, uniforms, bank loans made available, also given training in basic social behavior and traffic rules. Etiquette, basic social behavior. And accident insurance also. Increasing the profit. Rickshaw police increasing the profits, the rickshaw police, and also the revenue of Samman by designing the rickshaws to provide space for advertisement, providing water bottles, juice and other wares for them to sell. Passenger rent they take, share 50-50 other incomes earned by them with the Samman. The operating model of Samman, and how does Samman and how do the rickshaw police increase their revenue and also increase their profit? These are the questions we will answer. വളരെ നല്ലൊരു ലെസൺ ആണ്. ഇതിനകത്ത് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ലെസൺസ് എല്ലാം വളരെ വെരി നൈസ്. ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ 12ാം ക്ലാസ് കഴിഞ്ഞ് ഒരുപക്ഷെ പലരും ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്നവരായിരിക്കും. കുറച്ച് പേരൊക്കെ അഡ്വാൻസ് സ്റ്റഡിക്ക് പോകുമായിരിക്കും. പക്ഷെ ജീവിതം നമ്മൾ കാണാൻ പോകുന്നത് 12ാം ക്ലാസ് വരെ നമ്മളിങ്ങനെ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയയിലെ ഇനി നമ്മൾ കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഒരു വിശാലമായ ലോകത്തിലേക്ക് കടക്കാൻ പോകുന്നു. ഇങ്ങനത്തെ വാല്യൂസൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യും, ഈ വാല്യൂസൊക്കെ സ്പ്രെഡ് ചെയ്യും. ഇതിനു വേണ്ടിയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് എന്നുവെച്ചാൽ ഈ എല്ലാവരും ഇപ്പോൾ ഇർഫാൻ അല്ല മകൻ അങ്ങനെ ആരൊന്നല്ല ഞാൻ പറയുന്നത്. ചെറിയ ചെറിയ രീതിയിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ലിറ്റിൽ ഡീഡ്സ് ഓഫ് കൈൻഡ്നെസ് എന്ന് കേട്ടിട്ടില്ലേ? അത് നമുക്ക് സൊസൈറ്റി ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാകട്ടെ, എനിക്കും ഉണ്ടാകട്ടെ, നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇനി കാണുന്ന വരെ ബൈ, ഹാവ് എ നൈസ് ടൈം, എൻജോയ് യുവർ ലൈഫ്. ഗ്രാമർ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് പഠിക്കുന്നുണ്ടല്ലോ, റിവിഷനൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. കൂടുതൽ പഠിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഗ്രാമർ ഇതുണ്ട് സെക്ഷൻസ് യൂട്യൂബ് ഉണ്ട്. ഒരു 450ഓളം 450+ ക്ലാസ്സസ്
ഇൻ ഇംഗ്ലീഷ് ഗ്രാമർ. നമുക്ക് സമയം അനുസരിച്ച് സമയം പോലെ എടുത്ത് പഠിക്കണം. ഞാനും ഇങ്ങനെ ഒരു ചെറിയൊരു എന്നാ പറയുക, ഒരു സഹായം ചെയ്യലാണ് ഇതിൻ്റെ എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും അല്ലേ? ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.